ഇന്ന് നമ്മുടെ കൂടെയുള്ള വ്യക്തിയെക്കുറിച്ച് പറയണമെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. മൃദംഗ വിദ്വാനാണ്. നമുക്ക് ആകാശവാണിയുടെ ഏറ്റവും ഉയർന്ന ഗ്രേഡായിട്ടുള്ള എ ടോപ്പ് നേടിയിട്ടുള്ള മൃദംഗ വിദ്വാനാണ്. ഒപ്പം തന്നെ കേരള കലാമണ്ഡലത്തിലെ, അതുപോലെ തന്നെ കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, ആകാശവാണി ആനുവൽ അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുള്ള വ്യക്തിയാണ്. ഈ കലോത്സവത്തിൽ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ 4 വിഭാഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അതായത് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഒരു കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിലാണ്. അത് കഴിഞ്ഞ് കലോത്സവത്തിലെ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന അധ്യാപകനായിട്ട്, ഈ കലോത്സവത്തിലെ മത്സരങ്ങൾക്ക് വിധി പറയുന്ന ജഡ്ജായിട്ട്, അതുപോലെ കലോത്സവത്തിൻ്റെ അപ്പീൽ കമ്മിറ്റിയിലെ മെമ്പറായിട്ട്, അങ്ങനെ 4 വിഭാഗങ്ങളിൽ കലോത്സവത്തെ പല രീതിയിൽ പല വ്യൂസിൽ കണ്ടിട്ടുള്ള ഒരാളാണ് നമ്മുടെ കൂടെയുള്ളത്, ഡോക്ടർ കെ ജയകൃഷ്ണൻ. അപ്പോൾ എങ്ങനെയുണ്ട് ഇത്തവണത്തെ കലോത്സവം? വളരെ നന്നായിട്ട് ഈ നടത്തിപ്പിനെ കുറിച്ച് എനിക്ക് വളരെ നന്നായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഞാനൊക്കെ പങ്കെടുക്കുന്ന കാലത്ത്, അതായത് 82-ലാണ് ഞാൻ അവസാനമായിട്ട് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്തത്. അന്ന് 1ാം സമ്മാനം 2ാം സമ്മാനം കിട്ടിയില്ല, പക്ഷേ എ ഗ്രേഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ്, കാരണം അന്ന് ഇത്രയും അധികം എക്സ്പോഷർ ഇല്ല, ഈ ഇത്രയും കളർഫുൾ അല്ല കലോത്സവം. 1-2 സ്ഥാനം നേടിയ കുട്ടികൾ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ അതിനുശേഷം പിന്നെ യൂണിവേഴ്സിറ്റി തലത്തിലെത്തിയപ്പോഴാണ് ഞാൻ തുടർച്ചയായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 4 വർഷം യൂണിവേഴ്സിറ്റി ഫസ്റ്റായിരുന്നു. അതിനുശേഷം ഇൻ്റർ യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയിരുന്നു. അങ്ങനെയാണ് കലോത്സവത്തിൻ്റെ ഓർമ്മ ഇപ്പോഴും. ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം പിന്നെ എൻ്റെ കുട്ടികളൊക്കെ CBSE സ്കൂളിൽ പഠിച്ചുകൊണ്ട് എനിക്ക് ഈ സ്റ്റേറ്റ് കലോത്സവത്തിന് മറ്റ് റോളുകളിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ജഡ്ജായിട്ട് വന്നിട്ടുള്ള കലോത്സവങ്ങളുണ്ട്, അപ്പീൽ കമ്മിറ്റിയിൽ വന്ന കലോത്സവങ്ങളുണ്ട്, അങ്ങനെ പലതരത്തിൽ കലോത്സവത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ ആദ്യം പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കലോത്സവത്തിൽ പങ്കെടുത്ത കുട്ടിയും ഇപ്പോൾ കലോത്സവത്തിൽ കാണാനായിട്ട് വരുമ്പോഴും ഉള്ള ആ ഒരു വ്യത്യാസം ശരിക്കും അറിയാൻ പറ്റുമല്ലോ, കുറേ വർഷങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ എന്താണ് ആ മാറ്റങ്ങൾ എടുത്തു പറയാനായിട്ടുള്ളത്? എടുത്തു പറയാത്ത മാറ്റങ്ങൾ വെച്ചാൽ, ഇപ്പോൾ കുട്ടികൾ കുറച്ചുകൂടെ കോമ്പറ്റീറ്റീവ് മെൻറ്റാലിറ്റിയിലാണ് പങ്കെടുക്കുന്നത്. അന്ന് ഇത്രയധികം ഒരു മത്സര ബുദ്ധിയോടെ പങ്കെടുത്തിരുന്നില്ല. കാരണം അന്ന് ഇതുപോലുള്ള അട്രാക്ഷൻസ് ഇല്ല, അതായത് ഗ്രേസ് മാർക്ക് ഇങ്ങനെയുള്ള ഇതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത്രയധികം ഒരു വാശിയോടെയുള്ളൊരു പോരാട്ടമൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ അത് പറയാച്ചാൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഒരു പരിധിവരെ അത് പാരൻസിൻ്റെ കൂടെ മത്സരം ആവുന്നുണ്ടോ അതൊരു ദുഃഖസത്യമാണ്. കാരണം നമ്മൾ വിധികർത്താവായിട്ട് ഇരുന്നിട്ടുണ്ട്, അപ്പീൽ കമ്മിറ്റിയിൽ ഇരുന്നിട്ടുണ്ട്, സ്റ്റേറ്റ് അപ്പീൽ കമ്മിറ്റിയിൽ. അപ്പോൾ നമുക്കൊരു ഫീൽ ചെയ്യുന്നത് ഇത് മത്സരം എന്നതിലുപരിയായിട്ടൊരു വല്ലാത്തൊരു യുദ്ധത്തിലേക്ക് ചിലപ്പോൾ മാറുന്നുണ്ടോ എന്ന് സംശയം തോന്നാം. പക്ഷേ എങ്കിലും ഒരു പരിധിവരെ കുട്ടികൾ അവരവരുടെ കഴിവുകൾ നന്നായിട്ട് പ്രകടിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്തായാലും ഈ കലോത്സവങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു ഗൃഹാതുരത്വം ഓർമ്മയാണ്, ഒരു നെസ്റ്റാൾജിക് ഫീലിയാണ്. അന്ന് പണ്ട് കാലത്ത് ഇത്രയധികം മത്സരങ്ങളില്ല, ഇത്രയധികം വെറൈറ്റി മത്സരങ്ങളില്ല. പിന്നെ പണ്ട് കാലത്ത് ഞാൻ പറയുക സ്റ്റേജുകൾ പോലും വളരെ ശോചനീയമായിരുന്നു. ആ സ്ഥിതിയൊക്കെ മാറി കലോത്സവം ഒരു വലിയൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയിലേക്ക്, ഒരു പൂരത്തിൻ്റെയൊക്കെ ഒരു പ്രതീതിയിലേക്ക് വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ സാറിൻ്റെ വിഭാഗം എന്ന് പറയുന്നത് മൃദംഗമാണല്ലോ. അപ്പോൾ മൃദംഗം അവതരിപ്പിക്കുന്ന കുട്ടികൾ അവരുടെ മത്സരം കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് അവരുടെ ഒരു നിലവാരം എങ്ങനെയാണ് സാറിന് തോന്നുന്നത്? ഞാൻ മിനിങ്ങാന്നായിരുന്നു, അവിടെ മോഡൽ ബോയ്സിലായിരുന്നു ഞാൻ മത്സരം കാണാൻ പോയിരുന്നു. കുറേ പേര് പങ്കെടുത്തു. കുറച്ച് പേര് വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതായത് മറ്റു ചിലർ ഈ മത്സരത്തിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രവണതയും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശരി, ഈ മത്സരങ്ങളിലൂടെ കടന്നു വരുന്ന ആൾക്കാർ ഈ രംഗത്ത് ശോഭിക്കണം അല്ലെങ്കിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ മത്സരത്തിന് വേണ്ടി മാത്രമല്ലാതെ പഠിക്കുന്ന ഒരു രീതി സ്വാംശീകരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അപ്പീൽ കമ്മിറ്റിയിലുള്ള ആളാണ് എന്ന് പറഞ്ഞല്ലോ, ഇപ്രാവശ്യമല്ല മുൻ വർഷങ്ങളിൽ. അപ്പോൾ അപ്പീലുകളുടെ എണ്ണം വർഷം കൂടുന്തോറും അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ അപ്പീലുകളുടെ എണ്ണം കൂടി വരുന്നതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞതായിട്ട് കൂട്ടി വായിക്കേണ്ടതാണ്. അതായത് ഈ കുട്ടികളിൽ തമ്മിലുള്ള മത്സരം എന്നതിലുപരിയായിട്ട് ഈ പാരൻസ് തമ്മിലുള്ള മത്സരമായി മാറി വരികയാണ്. അപ്പോൾ ഏത് പാരൻറ്റിനും എൻ്റെ കുട്ടി പങ്കെടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കിട്ടണം എന്നുള്ളൊരു ചിന്താഗതി അത് മാറ്റിയിട്ട്, നേരത്തെ മന്ത്രി സംസാരിക്കുന്നത് കേട്ടു, അതായത് നമ്മുടെ കല നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ അവതരിപ്പിക്കുന്ന ഇനം ഏറ്റവും മികച്ച രീതിയിൽ, ഏറ്റവും നന്നായ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു ചിന്തയോടെ വന്നാൽ മാത്രമേ ഈ അപ്പീലുകളുടെ പ്രളയം കുറയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നമ്മൾ കലോത്സവം തൃശ്ശൂർ ഇങ്ങനെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ സാറിപ്പോൾ കാണാനെത്തുന്ന ഒരു ആസ്വാദകനായിട്ട് നടക്കുകയാണല്ലോ. അപ്പോൾ തൃശ്ശൂരത്തെ കലോത്സവത്തെ പറ്റി, ഇവിടെ എത്തുന്ന ആളുകളെ പറ്റി, തൃശ്ശൂർക്കാരെല്ലാവരും ഒരുവിധം എത്തുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടെ, അല്ലേ? തൃശ്ശൂർ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമാണ്. അതിൻ്റെ ഒരു ഗരിമ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ
എല്ലാ സൗകര്യങ്ങളും പിന്നെ നോക്കുക വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ശരിക്കും മധ്യത്തിലായിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ഇവിടെ എത്തിപ്പെടാനുള്ള സൗകര്യമുണ്ട്, എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട്. സ്റ്റേജുകൾ, വളരെയധികം സ്റ്റേജുകൾ വേണം. അപ്പോൾ ആ സ്റ്റേജുകൾക്കൊക്കെ സ്ഥലമൊരുക്കാനും എല്ലാ സൗകര്യങ്ങളുണ്ട്. അത് ഈ വർഷം വളരെ ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ കലാകാരന്മാർ ഈ ഉത്സവത്തിലൂടെ ഈ കലാമേളയിലൂടെ വരുന്ന കലാകാരന്മാർ ഈ രംഗത്ത് തന്നെ ഉറച്ചു നിൽക്കണം, അല്ലെങ്കിൽ ഉറച്ചുണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം മാത്രം ഞാൻ പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും ഈ ഒരു കലോത്സവം എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. എല്ലാവരും വളരെ വലിയ ആകാംക്ഷയോടുകൂടെ കാണുന്ന അല്ലെങ്കിൽ മനസ്സിൽ ചേർത്ത് വെക്കുന്ന ഒരു നിമിഷങ്ങളാണ് കലോത്സവത്തിൽ വരുന്ന സമയങ്ങൾ. എന്തായാലും നമുക്ക് ഈ പറഞ്ഞതുപോലെ കുട്ടികളെല്ലാവരും ഈ കലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകട്ടെ. സാറിങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. അതിനിടയിലാണ് നമ്മൾ സാറിനെ വിളിച്ച് വിശേഷങ്ങൾ ചോദിച്ചത്. കലോത്സവത്തിൻ്റെ പല പല വീക്ഷണകോണിൽ നിന്നും നമ്മളിങ്ങനെ നോക്കി കാണുമായിരുന്നു. സാറിന് അങ്ങനെ പല വിഭാഗങ്ങളിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെ പല രീതിയിൽ കലോത്സവത്തെ കാണുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ എന്തായാലും കലോത്സവത്തെ പറ്റിയുള്ള വിശേഷങ്ങളുമായിട്ട് ഡോക്ടർ കെ ജയകൃഷ്ണൻ സാർ നമ്മുടെ കൂടെ ചേരുകയായിരുന്നു. താങ്ക് യു സോ മച്ച്.